ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഡി മണിക്ക് പങ്കുണ്ടെന്ന സ്ഥിരീകരണം നൽകുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഡി മണിയാണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയ സംഘത്തിന്റെ തലവനെന്നാണ് വ്യവസായി മൊഴി നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ ഡി മണിയെ ഇന്നോ നാളെയോ ചെന്നൈയിലെത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. ശാലിനിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടം മുതൽ തന്നെ അവിടെ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഈ ആളുകൾ തട്ടിയെടുത്തിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ അന്ന് ഉയർന്ന വിമർശനങ്ങളെ ശരിവെക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ SITയുടെ ഉദ്യോഗസ്ഥർ തന്നെ എത്തിയിരിക്കുകയാണോ? ഈ ഡി മണിയെ എപ്പോഴാകും ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക? നാളെ തന്നെ ഡി മണിയെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടക്കുന്നത്. SITയുടെ പ്രത്യേക ടീം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ചോദ്യം ചെയ്യൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അതായത് ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഒപ്പം തന്നെ ആ ഒരു സ്വർണം കടത്തലിന്റെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഡി മണിയാണ് എന്നുമുള്ള ദുബായ് വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയാണ് ദുബായിലെ വ്യവസായിക്ക് ചില നിർണായക വിവരങ്ങൾ അറിയാമെന്ന വിവരം SITയെ രേഖാമൂലം അറിയിച്ചത്. ഇതേ തുടർന്നാണ് വ്യവസായിയുടെ മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 2019-20 വർഷങ്ങളിൽ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് വ്യവസായി SIT അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഉന്നതർ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നും 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് കടത്തിയതെന്നുമാണ് SITക്ക് മുൻപിൽ ഇപ്പോൾ ദുബായ് വ്യവസായി സ്ഥിരീകരണം നൽകിയിട്ടുള്ളത്. രാജ്യാന്തര സംഘമാണ് ഇതിന് പിന്നിലെന്നും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നു ഇതിന്റെ ഇടനില എന്നുമുള്ളതാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള. ഒപ്പം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഈ ഘട്ടത്തിൽ വരുന്ന മറ്റൊരു അപ്ഡേഷൻ, ഈ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തി എന്നുള്ളതാണല്ലോ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പറയൂ ശാലിനി. ഗൗതം, ഇത് 2ാം തവണയാണ് ബംഗളൂരുവിലെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ റെഡ്ഡം എന്ന ജുവലറിയിൽ പരിശോധന നടത്തുന്നത് SIT സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗോവർദ്ധനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് 2ാം തവണയാണ് SITയുടെ സംഘം ബെല്ലാരിയിൽ എത്തുന്നത്. അതായത് ഈ സ്വർണം ശബരിമലയിൽ നിന്നും കവർച്ച നടത്തിയിട്ടുള്ള സ്വർണം നേരെ എത്തിയത് ബെല്ലാരിയിലേക്കാണ് എന്നുള്ള സ്ഥിരീകരണത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ചെന്നൈയിൽ എത്തിച്ച് ആ സ്വർണത്തിന് രൂപാന്തരം മാറ്റിയതിനു ശേഷം അത് ബെല്ലാരിയിൽ എത്തി എന്നുള്ളതാണ് സ്ഥിരീകരണം. അതുകൊണ്ട് തന്നെ അതിന്റെ കാലപ്പഴക്കവും അത് തന്നെയാണോ സ്വർണം എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും സ്ഥിരീകരണവും നടത്തേണ്ടതായിട്ടുള്ള സാങ്കേതിക പരിശോധന ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2ാം തവണയും ബെല്ലാരിയിൽ എത്തി ഗോവർദ്ധന്റെ ഈ ജുവലറിയിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നടപടികൾ SIT സ്വീകരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ 2ാം ഘട്ടമുള്ള ഈ പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലുകളിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഗോവർദ്ധന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും ഒപ്പം തന്നെ N വിജയകുമാറും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. ഇവരെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിനായി SIT സംഘം വിളിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ ശങ്കർദാസും വിജയകുമാറും. ശാലിനി, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും അപ്ഡേഷനുകൾ വരികയാണ്. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ ജുവലറിയിൽ വീണ്ടും SIT സംഘം എത്തിയിരിക്കുന്നു. ഇത് 2ാം തവണയാണ് ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ ജുവലറിയിൽ SITയുടെ മിന്നൽ പരിശോധന നടക്കുന്നത്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.